ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കണവത്തോരനാണേ. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച കണവ, ഒരു ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒന്ന് ചതച്ചത്, ഒരു കൈപ്പിടി അളവിന് ചെറിയ ഉള്ളി രണ്ടായിട്ടരിഞ്ഞത്, 2 പച്ചമുളക് കീറിയത്, കറിവേപ്പില. അടുപ്പ് ഓണാക്കി അതിലേക്ക് ചട്ടി വെച്ചിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവയെ അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഉരുളക്കിഴങ്ങ് അരിഞ്ഞത്, ചെറിയ ഉള്ളി അരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റാക്കിയത്, 2 പച്ചമുളക് കീറിയത്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് 1 സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് കണ്ട ഇതുപോലെ ഇളക്കണം. കാരണം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റാക്കിയത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവണമല്ലോ. അതുകൊണ്ട് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കണം. എന്നിട്ട് നല്ല സ്പൂൺ വെച്ച് അമക്കിയിട്ട് അടച്ച് വെച്ച് കൊടുക്കണേ. A few minutes later. കണ്ടോ, നന്നായിട്ട് വെള്ളം എല്ലാം ഊറി സെറ്റായിട്ട് നിൽക്കുന്നു. നമ്മൾ ഒരു തുള്ളി വെള്ളം കൂടെ ഇതിൽ വീത്തിയിട്ടില്ല, കണവയുടെ വെള്ളമാണേ. എന്നിട്ട് ഒന്നുകൂടെ അടച്ചു വെച്ച് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായ അരപ്പെടുക്കണം. 1 മുറി തേങ്ങ തിരുവി വെച്ചതാണ്, അത് ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. 1 മുറി തേങ്ങയാണ്. എന്നിട്ട് പെരിഞ്ജീരകം, പെരിഞ്ജീരകമാണ് ഇതിലിട്ട് കൊടുക്കേണ്ടത്. 1.25 സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കണം. പൊടി ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം ഇല്ലാത്തവർക്ക് ഈ പൊടി പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പക്ഷേ ടേസ്റ്റ് പെരിഞ്ജീരകം ഇട്ടാലാണ് നല്ല ഒരു മണവും ഇരിക്കും. 2 സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിട്ട് മലക്കറി നമ്മൾ തോരത്തിന് എങ്ങനെയാണ് ഒന്ന് അടിച്ചെടുക്കുന്നത് അതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇതുപോലെയാണ് അടിച്ചെടുക്കേണ്ടത്. കണ്ടോ, നന്നായിട്ട് അരഞ്ഞ് നല്ല പിരുപിരാന്ന് ഇരിക്കുന്നത് കണ്ടോ. എന്നിട്ട് നമുക്ക് കണവയെ തുറന്ന് നോക്കാം. കണ്ടോ, വെള്ളമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ടല്ലോ. കണ്ടോ, ഈ വെള്ളം വറ്റുമ്പോഴും നമ്മൾ വിചാരിച്ചു വേണം കണവ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിനെ ഇട്ട് കൊടുക്കണം. കണ്ടോ, ഇട്ട് കൊടുത്തിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് കൊടുക്കണം. കാരണം ഇതിൻ്റെ മെയിൻ കാര്യം എന്തെന്നറിയോ, നമ്മൾ ഒരു തുള്ളി കൂടെ ഇതിന് എണ്ണ ചേർക്കുന്നില്ല. എണ്ണ ഇല്ലാതെയാണ് ഈ കണവത്തോരൻ നമ്മളിവിടെ വെക്കാൻ പോകുന്നത്. കണ്ടോ, നല്ല ഭംഗി, നല്ല കാണാനൊരു ചന്തമില്ലേ. കണ്ടോ, നല്ല മസാല എല്ലാം പിടിച്ച് നല്ല സെറ്റായിരിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. കണവത്തോരൻ വെച്ച് എല്ലാവരും ഇതുപോലെ കണവത്തോരൻ വെച്ച് തിന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണേ. ബൈ.